സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ചരാചരങ്ങളുടെ സൃഷ്ടികർത്താവ്, ഞങ്ങളുടെ ജീവന്റെ പരിപാലകനുമായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത ആരാധനയ്ക്കായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകമായി വിവിധ നിലകളിൽ അങ്ങയെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിവിധ അവസരങ്ങൾക്കായും സാധ്യതകൾക്കായിട്ടും സ്തോത്രം അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ ശബ്ദം കേട്ടുകൊണ്ടും ഓൺലൈനിലൂടെയും വിവിധ നിലകളിലും ഈ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും വീഴ്ചകളെയും എല്ലാം അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആദ്യോടൊന്നും അവിടുത്തെ പരിശുദ്ധാത്മ കൃപ പകരണമേ. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവോടൊത്തുള്ള കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്ക് മഹത്വത്തിനുമായി ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 111 ഗീതം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 111 ഗീതം.
ശേഷവും ദുർമനസ്സും തിന്മയ ശേഷവും ദുർമനസ്സും ഒന്നോട ശേഷവും നീക്കിടണം എന്നും മോക്ഷേ അടിയാർ നിൽപ്പാൻ വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയാൻ സഭയിൽ കരുണാസനം വഴിയായി സഭയിൽ ദൂതരുടെ സ്തുതിയിൽ വസിക്കും നീതി സ്വരൂപനം യഹോവാക്കും നീതി സ്വരൂപനം യഹോവാക്കും ഭൂതല രക്ഷകം മശിഹാക്കും ഭൂതല രക്ഷകം മശിഹാക്കും ശുദ്ധാത്മാവിനും സ്തോത്രം വരിക സുരാധിപ പരമപരാനിൻ കരുണാസനം വഴിയാൻ സഭയിൽ നിൻ കരുണാസനം വഴിയാൻ സഭയിൽ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആരാധനക്രമം 5-ാമത്തെ പുറം സ്തുതിയുടെ വചനങ്ങൾ 3-ാമത്തെ ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണവുമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുറവുകളെയും വീഴ്ചകളെയും പാപങ്ങളെയും എല്ലാം ക്ഷമിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവിനോട് നമ്മുടെ എല്ലാ കുറവുകളെയും എല്ലാ വീഴ്ചകളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. നമ്മുടെ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും തടസ്സമായി നിൽക്കുന്ന പാപത്തെ ക്ഷമിക്കണമേ, ശാപത്തെ മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. ജീവനായകനാകുമേശുവേ, പാപിയാകുമെൻ യാചന കോപിയാതെ നീ കേട്ടരുളുക ദാവീദ്രാജന്റെ നന്ദന. കോപിയാതെ നീ കേട്ടരുളുക ദാവീദ്രാജന്റെ നന്ദന.
അപ്പനെ ഭാവി വീണു കേഴുന്നു തൃപ്പാദം തുണയെന്നയ്യോ ഈ പാതകന്റെ സങ്കടം കേൾക്കാതെ പൂരം തിരിഞ്ഞിടല്ലേ ഈ പാതകന്റെ സങ്കടം കേൾക്കാതെ പൂരം തിരിഞ്ഞിടല്ലേ ജീവനായകനാകുമേശുവേ പാപിയാകുമൻ യാചന കോപിയാതെ നീ കേട്ടരുളുക ദാവീദ്രാജന്റെ നന്ദന കോപിയാതെ നീ കേട്ടരുളുക ദാവീദ്രാജന്റെ നന്ദന. എൻ്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പാപക്ഷമയ്ക്കായി ദൈവത്തോട് യാചിക്കാം. ആരാധനക്രമം 12-ാമത്തെ പുറം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തന്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളവേ, അടിയാറുടെ അഭയാചനകൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യവുമായവ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യപാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ഷണ്ടകൾ ഓർത്തും മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്നതിന് ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ ശ്രമിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടെ അങ്ങേ സമീപിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണം. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്ന് ഞങ്ങളെ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വാസ്തവമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്തു. സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പാപക്ഷമയ്ക്കായും എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം 14-ാം പുറത്തിൽ കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലപിലച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളയായി തീരേണ്ടതിനും അങ്ങേ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകൾ ഒക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല
ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 266 ഗാനം നമുക്ക് ദേവസന്നിധിയിൽ എല്ലാവർക്കും നിന്ന് പാടാം. 266 ഗാനം. സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 23 നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ ഇടത്തിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 34 വരെയുള്ള വാക്യം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും
അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. യേശു അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് യേശു അവരോട് ചോദിച്ചതിന് അവർ അവരോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി യേശുവിൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, യേശുവിനെ കണ്ടില്ലതായി. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും യേശു അപ്പം നുറുക്കയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം സ്വീകരിച്ച് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ആരാധനക്രമം 22-ാമത്തെ പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ധാരണപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസ്കൃതത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. നാം നിൽക്കുമ്പോൾ തന്നെ പുസ്തകത്തിലെ 445-ാമത്തെ ഗാനം കരങ്ങളടിച്ചു പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. തുടർന്ന് നമുക്ക് ഇന്നത്തേക്കുള്ള വചനം ഒരുമിച്ച് ധ്യാനിക്കാം. പാഠപുസ്തകത്തിലെ 445-ാമത്തെ ഗാനം.
പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥാപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഓർത്ത് വീണ്ടും ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ധ്യാനിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, വചനത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. വചന സത്യങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ഒരുപോലെ അങ്ങേക്ക് പ്രസാദകരമാകുവാൻ സഹായിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. ഈ ആരാധനയിൽ വിവിധ നിലകളിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും എല്ലാ ദൈവകൃപയും ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായി പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ ദൈവം നമ്മെ അധികമായിട്ട് ശക്തീകരിക്കട്ടെ. ലോകത്തിന് ദൈവം സൗഖ്യം നൽകുവാനായി നമുക്ക് വീണ്ടും വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകത്തിന് ദൈവം സൗഖ്യം നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദൈവം കൂടുതലായിട്ടുള്ള സൗഖ്യവും അനുഗ്രഹവും ദൈവം നൽകട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയും ഡൽഹിയും ഗുജറാത്തും പോലുള്ള സംസ്ഥാനങ്ങളെയൊക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകം ഓർക്കാം. ദൈവം എല്ലാം അനുഗ്രഹമാക്കി നൽകുവാനും ഒരുമിച്ച് ദൈവാലയത്തിൽ വന്ന ദൈവത്തെ ആരാധിക്കാനുള്ള സാഹചര്യങ്ങളായി ദൈവം രൂപാന്തരപ്പെടുത്തട്ടെ. അതേസമയം തന്നെ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കൂട്ടായ്മകളായി, ചെറിയ ചെറിയ ആരാധനാ കേന്ദ്രങ്ങളായി നമ്മുടെ ഭവനങ്ങൾ രൂപാന്തരപ്പെട്ടു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമുള്ള, സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈസ്റ്റർ കഴിഞ്ഞുള്ള ഈ മൂന്നാമത്തെ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് നമുക്ക് ദൈവം അവസരം നൽകിയിരിക്കുന്നു. ഇന്ന് വിശ്വാസ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ആദിമ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ എല്ലാം സുവിശേഷത്തിൻ്റെ കാതലായ ഒരു സന്ദേശം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലുടനീളം ഉയർത്ത ക്രിസ്തു അനുഭവമായി മാറണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ക്രിസ്തു അനുഭവമായി മാറുക എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉയർത്ത ക്രിസ്തുവുമൊത്തുള്ള ഒരു കൂട്ടായ്മ സാധ്യമാകും. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ ജീവിതത്തിലുടനീളം അനുദിനം ക്രിസ്തു ആയുള്ള ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇന്നത്തെ ചിന്ത. കമ്മ്യൂണിയൻ വിത്ത് ദ റൈസൺ ക്രൈസ്റ്റ് ഇൻ ഡെയിലി ലൈഫ്. ദൈനംദിന ജീവിതത്തിൽ ഉയർത്ത ക്രിസ്തുവിനോടൊത്തുള്ള ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. കർത്താവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തെ നമുക്ക് അനുഭവിക്കാനും, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന് നമ്മൾ തന്നെയാണ് സാക്ഷ്യം. ഇവിടെ നമ്മൾ വിശ്വാസികളായി ഇന്നത്തെ സാഹചര്യത്തിൽ വിവിധ സ്ഥലങ്ങളിലായി, ഭവനങ്ങളിലായി ഒക്കെ വ്യത്യസ്ത രീതിയിലൊക്കെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് തന്നെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസ സമൂഹം വളർന്ന് വ്യാപിച്ചത് അതിൻ്റെ ഒരു തെളിവാണ്. യെരൂശലേമിൽ അല്ലെങ്കിൽ നസറത്തിൽ ഒരു ചെറിയ ഒരാൾക്കൂട്ടമായിരുന്ന, അല്ലെങ്കിൽ യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ യേശുവും ശിഷ്യന്മാരും ഏകദേശം 500ഓളം പേരടങ്ങുന്ന ഒരു സംഘം. അപ്പൊ അതിൽ നിന്ന് ലോകം മുഴുവനും ക്രിസ്തു മാർഗം വ്യാപിച്ചതിൻ്റെ സത്യം എന്നുള്ളത് ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. ആ ക്രിസ്തുവുമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് എങ്ങനെ സാധ്യമാകും? കൂട്ടായ്മ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫെലോഷിപ്പ്, കൊയിനോനിയ എന്ന ഗ്രീക്ക് പദമാണ് കൂട്ടായ്മ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത്. അതിന് സംസർഗം, കൂട്ടായ്മ, സഹജീവികളോടുള്ള സ്നേഹം, സഹോദര ഐക്യം, കൂട്ടാളിയാവുക, ഐക്യപ്പെടുത്തുന്ന ഒരു ആത്മാർത്ഥ ബന്ധമാണ് കൂട്ടായ്മ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ വിവിധ അർത്ഥങ്ങളുണ്ട്. ഐക്യപ്പെടുന്ന ആത്മാർത്ഥ ബന്ധമാണ് കൂട്ടായ്മ. ഒരു ക്രിസ്തുവുമായിട്ട് അല്ലെങ്കിൽ ആരുമായിട്ടും എന്തുമായിട്ടുള്ള ഒരു ഐക്യപ്പെടുന്ന ആത്മാർത്ഥമായ ബന്ധമാണ് കൂട്ടായ്മ. ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നത്
ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, അതും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് എങ്ങനെയെല്ലാം നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവമാക്കാം, അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റിന് ജീവിക്കുന്ന ക്രിസ്തു എങ്ങനെ പ്രയോജനപ്പെടുന്നു, എങ്ങനെ അനുഭവമായി മാറുന്നു എന്ന് ഇന്നത്തെ പാഠഭാഗത്തിലൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമതായി, ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നു. ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം ലക്ഷ്യത്തിൽ എത്തിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, മിസ്രൈമിലുള്ള അടിമത്തത്തിൽ നിന്ന് അവർക്ക് ഒരു വിമോചനത്തിനായി അവർ ദൈവത്തോട് നിലവിളിച്ചു. അവർ കണ്ണുനീരൊഴുക്കി, അവർ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞ സന്ദേശങ്ങളും മോശയിലൂടെയുള്ള വിമോചന ദൗത്യത്തിലും അവർ ഏർപ്പെട്ടു. അവർ ലക്ഷ്യത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ പഴയ നിയമ ഭാഗമായ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യം വായിക്കുമ്പോഴും ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർക്കൊരു ലക്ഷ്യമായിരുന്നു അവരുടെ വിമോചനം, അവരുടെ കനാൻ ദേശത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യഹോവയായ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ആചരിച്ചവർ, അല്ലെങ്കിൽ അത് ചെയ്യാത്തവർ എല്ലാം വഴിയിൽ വെച്ച് പട്ടുപോയി, വഴിയിൽ വെച്ച് തകർന്നുപോയി. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചതിൽ 20 വയസ്സിന് മുകളിലുള്ള യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ വെച്ച് മരിച്ചു. ഒരു പുതിയ ജനമാണ് കനാൻ ദേശത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തെ അനുസരിക്കാത്തത് അവർക്കെല്ലാം പലപ്പോഴും ശിക്ഷയ്ക്ക് കാരണമായി. വിഗ്രഹത്തെ ആരാധിച്ചു, ദൈവം എന്ന് പറഞ്ഞ് കാളക്കുട്ടി ഉണ്ടാക്കി, ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തെ കോപിപ്പിച്ചു. ഇങ്ങനെ മറുതലിപ്പും സംശയവും മത്സരവും കാരണം അവർ ശിക്ഷിതരായി. ഒരു പുതിയ ജനം കനാൻ എന്ന ലക്ഷ്യത്തിൽ എത്തുകയാണ്. കനാൻ ദേശം, നമ്മള് പുതിയ നിയമസഭ നമ്മള് ലക്ഷ്യം വയ്ക്കുന്നത് സ്വർഗ കനാൻ ദേശം എന്നാണ്. സ്വർഗ സിയോൻ യാത്രക്കാർ നാം എന്നാണ് നമ്മൾ പാടുന്നത്. സ്വർഗ സിയോൻ യാത്രക്കാർ നാം, മാർഗമധ്യേ യോർദാൻ. അപ്പൊ സ്വർഗ കനാൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാൻ ക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തിന്റെ ലക്ഷ്യത്തിലെത്തുവാൻ ദൈവത്തിന്റെ അനുദിനമായ എപ്പോഴുമുള്ള പരിപാലനമായിരുന്നു മേഘസ്തംഭം, മേഘം. നമ്മള് 40-ാം അധ്യായം 34 മുതൽ വായിക്കുമ്പോൾ മേഘത്തിൽ യഹോവയുടെ തേജസ് ദൈവത്തിന്റെ നിയമമണ്ഡലത്തിൽ വരുമ്പോൾ ജനം, കൂടാരത്തിൽ വരുമ്പോൾ ജനം എഴുന്നേറ്റ് യാത്ര പുറപ്പെടും. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം, മേഘത്തിന്റെ തണൽ, മേഘത്തിലുള്ള അഗ്നി, പകൽ തണലായും രാത്രി വെളിച്ചമായും അവരോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ കൂട്ടായ്മ ബന്ധത്തിലായിരുന്നവർ, അവർക്ക് കനാൻ ദേശത്ത് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു എന്ന് കാണാം. ദൈവത്തിന്റെ പരിപാലനം അവരുടെ യാത്രയിൽ, വഴിയിൽ അവർക്ക് വഴിയായി, വെള്ളമായി, ഭക്ഷണമായി, തണലായി, വെളിച്ചമായി ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് നമ്മൾ ഒരുമിച്ച് വായിച്ച സങ്കീർത്തനം 23-ലും യഹോവയായ ദൈവത്തിന്റെ പരിപാലനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദ് പറയാണ്, എന്റെ ഇടയ ജീവിതത്തിൽ, എന്റെ ദൈനംദിന ജീവിതത്തിൽ യഹോവ എന്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ വിൽപ്പുറമായാലും, അത് കോറിൽ താഴ്വരയായാലും, അത് ശത്രുക്കളുടെ മുമ്പിലായാലും, എവിടെയായാലും ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവമായിട്ടുള്ള ബന്ധം എന്നെ അനുദിനം വഴിനടത്തുന്നു. യഹോവ ഇടയനായിരിക്കുക, യഹോവയിൽ വസിക്കുക, നന്മകൾ അനുഭവിക്കുന്നു. പോഷിപ്പിന്റെ അനുഭവം, കൂരിലിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭവിക്കാതെ ഉള്ള ദൈവത്തിന്റെ പരിപാലനം, മെച്ചമായ മേച്ചിൽപ്പുറത്തേക്ക്, സ്വച്ഛമായ ജലനദിയിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ പോഷണം, ദൈവത്തിന്റെ പാലനം, അത് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിലൂടെയാണ് അനുഭവമാകുന്നത്. അതുകൊണ്ടാണ് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നാം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ ലേഖന പാഠഭാഗമായ ഫിലിപ്പിയൻ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്,
പൗലോസ് പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അപ്പൊ സ്വർഗത്തിലുള്ള പൗരത്വം, സ്വർഗ കനാൻ ലക്ഷ്യം, സ്വർഗരാജ്യത്തിലെത്തുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ ക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മ, ബന്ധം ഉണ്ടാകണം. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ലാക്കിലേക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ലക്ഷ്യത്തിലേക്ക്. എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ എത്താനുള്ള ലാക്കിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുകയാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള മറ്റെല്ലാത്തിനെയും നമ്മൾ വായിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ പറയുന്നത് എല്ലാം ഛേദം എന്നെണ്ണുന്നു. 11-ാം വാക്യം പറയുന്നത് എല്ലാം ചവറ് എന്നെണ്ണുന്നു. മറ്റെല്ലാത്തിനും ഛേദമെന്നും ചവറെന്നും എണ്ണി ക്രിസ്തുവിനെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട്, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിച്ചുകൊണ്ട്, എനിക്ക് പിടിക്കാമോ എന്ന് കരുതി ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ആ സ്വർഗ രാജ്യത്തിനായി, കനാനിനായിട്ട് ലക്ഷ്യം വെച്ച് ഞാൻ ഓടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുക, ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, ബന്ധമാണ് അതിനെ നമ്മെ സഹായിക്കുന്നത്. രണ്ടാമതായി, ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നിരാശയും അന്ധതയും മാറ്റുന്നു. നിരാശ കലർന്ന, അന്ധതയാർന്ന ഒരു സാഹചര്യം. ഇന്ന് നമുക്കെല്ലാവർക്കും നിരാശ, എല്ലാവരും വ്യത്യസ്തമായ നിലകളിൽ നിരാശത്തിലാണ്. അത് താഴേക്കിടയിലുള്ളവരെന്നോ, ധനവാന്മാരെന്നോ, അല്ലെങ്കിൽ ദരിദ്രരെന്നോ, അധികാരമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ, എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാവരും ഇന്ന് നിരാശിതരാണ്. അവരുടെ പല പദ്ധതികളും അവതാളത്തിലായി, അവരുടെ പല മനുഷ്യന്റെ വിചാരങ്ങൾ. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം പറഞ്ഞത്, എൻ്റെ വിചാരങ്ങളെല്ലാം നിങ്ങളുടെ വിചാരങ്ങൾ. അപ്പോൾ മനുഷ്യന്റെ വിചാരങ്ങളെല്ലാം അസ്ഥാനത്തായി, മനുഷ്യന്റെ തീരുമാനങ്ങളും പദ്ധതികളെല്ലാം വിലയില്ലാത്തതായി, നിരാശയിൽ കഴിയുന്ന ഒരു സമൂഹമായി ഈ ലോകം മാറ്റപ്പെട്ടിരിക്കുകയാണ്. അന്ന് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ അന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരും കൂടെയുള്ളവരും ഒക്കെ വളരെ നിരാശിതരായി, ഭ്രമത്തിലായിരുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, അവിടെ അവര് വീടിനകത്ത് പേടിച്ചു വിറച്ച് നിരാശിതരായി കഴിയുന്നു. അതായത് ശിഷ്യന്മാരിൽ തന്നെ 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക്, അവരുടെ പാട്ടിന് പോവുകയാണ്, അവരുടെ ഇഷ്ടത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന യാത്രയിൽ യേശു കൂടെ കൂടുന്നു. പക്ഷെ യേശുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യേശു കൂടെ കൂടുമ്പോൾ അവർ പറയുകയാണ്, അയ്യോ, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പോയി, ഞങ്ങൾ നിരാശിതരായി മാറിയിരിക്കുകയാണ്, ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല. 24-ന്റെ 21-ാമത്തെ വാക്യത്തിൽ അവർ പറയുകയാണ്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഞങ്ങളുടെ ആശകളെല്ലാം പോയി, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പോയി, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു, ഞങ്ങൾ നിരാശിതരാണ്. ഇതാ ക്രിസ്തു ഉയർത്തു എന്ന് പറഞ്ഞ് ചില സ്ത്രീകൾ ഞങ്ങളെ പേടിപ്പിച്ചു, ഞങ്ങൾ ഭ്രമിച്ചിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്, ഞങ്ങളിതാ ഞങ്ങളുടെ വഴിക്ക് പോവുകയാണ്. നിരാശയാർന്ന ഒരു സാഹചര്യമാണ്. 20-23 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിരാശ അവര് വ്യക്തമാക്കുകയാണ്. ദൂതന്മാർ പറഞ്ഞ സാക്ഷ്യം ഞങ്ങൾ കേട്ടു, പക്ഷേ അതിലൊന്നും അവര് തൃപ്തരായില്ല. യേശുവിനെ ഞങ്ങൾ വളരെ പ്രതീക്ഷയായിരുന്നു, പക്ഷെ മഹാപുരോഹിതന്മാരെല്ലാം ചേർന്ന് യേശുവിനെ കുരിശിൽ തറച്ചു, കൊന്നു. നിരാശ നൽകുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ക്രിസ്തു അവരോടൊപ്പം നടന്നിട്ട് ക്രിസ്തുവിനെ കാണാനുള്ള കാഴ്ച അവർക്കില്ലാതെ പോയി. ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടിരുന്നു. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല. ഒരു തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടത്, ഒരു തിരിച്ചറിവ്, അറിവ്. നമ്മൾ ഈ 24-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറഞ്ഞത് അവർക്ക് അറിവായി വന്നു എന്നാണ്. അപ്പം നുറുക്കിയപ്പോൾ, അവർ ഭക്ഷണം കഴിച്ചപ്പോൾ ക്രിസ്തു അറിവായി വന്നത് ശിഷ്യന്മാരുമായിട്ട് ഷെയർ ചെയ്യാണ്. ക്രിസ്തു അറിവായി വന്നു. അപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ചുറ്റിലുമുള്ളവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം, ബന്ധങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഒരു അജ്ഞാത സ്നേഹിതനായി ക്രിസ്തു കൂടെ വന്ന് അവരുടെ അന്ധതയെ മാറ്റുകയാണ്. മദർ തെരേസയുടെ ഒരു പ്രധാന വാക്ക് ഇങ്ങനെയാണ്,
ഞാൻ ഈ പാവങ്ങളുടെ മുഖത്ത് എൻ്റെ ക്രിസ്തുവിനെ കാണുകയാണ്. ഈ പാവങ്ങളുടെ മുഖത്ത് എൻ്റെ ക്രിസ്തുവിൻ്റെ മുഖത്തെ ഞാൻ കാണുകയാണ്. നമ്മുടെ ചുറ്റിലും ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് ഒരുപാട് സാധ്യതയാണ്. നമുക്കറിയാം, ഡോക്ടേഴ്സ്, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എത്രയെങ്കിലും ദിവസങ്ങൾ ആയി വീട്ടിലെത്തിയിട്ട് അവർ ഡ്യൂട്ടിയിലാണ്, അവര് അധ്വാനത്തിലാണ്, അവര് സേവനത്തിലാണ്, അവര് ഈ ലോകത്തിന്റെ സൗഖ്യത്തിനായിട്ട് ദൈവത്തിന്റെ ചാലകങ്ങളായി അവർ പരിശ്രമിക്കുകയാണ്. അതേസമയം തന്നെ ജോലിയും വരുമാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലും ബാധ്യതയിലും നിരാശയിലും ഇനി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് എന്ന് കഴിയുന്ന അനേകര് നമ്മുടെ ചുറ്റിലുമുണ്ട്. അത് കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. അന്ധത, നമ്മുടെ കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന തിമിരം മാറ്റണം. ചില പാട്ട് നമ്മൾ കേട്ടു, എല്ലാവർക്കും തിമിരം, ഇവിടെ എല്ലാവർക്കും തിമിരം. കണ്ണടകൾ വേണം, എല്ലാം കാണാനുള്ള കണ്ണടകൾ വേണം. അപ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള സത്യത്തെ തിരിച്ചറിയുവാൻ, സത്യത്തെ കാണുവാൻ, നമ്മുടെ ചുറ്റിലുമുള്ള ക്രിസ്തുവിന്റെ ഭാവത്തെ, സ്വഭാവത്തെ, ക്രിസ്തുവിന്റെ മുഖങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു തിരിച്ചറിവ് പ്രധാനമാണ്. നിരാശ മാറി അന്ധത അകറ്റുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ക്രിസ്തു അവിടെ അപ്പമെടുത്ത് വാഴ്ത്തി നൽകുമ്പോഴേക്കും അവരുടെ കണ്ണ് തുറക്കുന്നു. അവർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. അവര് തിരിച്ച് കൂട്ടായ്മയുടെ സന്തോഷത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിലെ നിരാശകളെ മാറ്റുന്നു, നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റുന്നു, നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്നു. മൂന്നാമതായി, ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം ദൗത്യത്തിനായി നമ്മെ ശക്തീകരിക്കുന്നു. ദൗത്യത്തിനായി ശക്തീകരിക്കുന്നു. ഇന്ന് വായിച്ച സുവിശേഷ പാഠത്തിന്റെ 24-ാം അധ്യായം 25 മുതലുള്ള വേദഭാഗത്തിൽ അവ ക്രിസ്തു മരിച്ചുപോയി, ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല, നിരാശ പങ്കുവയ്ക്കുന്ന അവരോട് ക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ക്രിസ്തു പറയുകയാണ്, അയ്യോ ബുദ്ധിഹീനരെ എന്നാണ് 25-ാമത്തെ വാക്യം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാർ തുടങ്ങി, മോശ തുടങ്ങി ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകളെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ്. ക്രിസ്തു ഇങ്ങനെ മരിച്ച് കഷ്ടം അനുഭവിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കേണ്ടതാണ് എന്നുള്ള ആ സത്യത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് യേശു അവരെത്തേണ്ട ഗ്രാമം എത്തിയപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് ഭാവിച്ചു. പക്ഷേ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ക്രിസ്തുവിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും അവർ മനസ്സിലാക്കുകയാണ്. തിരുവെഴുത്തുകളെ കുറിച്ചുള്ള ബോധ്യം അവരോടുകൂടെ പാർക്കാനായിട്ട് ക്ഷണിച്ചു. അവിടെ പറയുന്നത് നിർബന്ധിച്ചു എന്നാണ്. ക്രിസ്തുവിനെ നിർബന്ധിക്കുകയാണ് അവരോടൊപ്പം പാർക്കുവാൻ. അപ്പൊ ശ്രേഷ്ഠമായതിന്, അവർക്ക് ഒരു പുതിയ വെളിച്ചം അവരുടെ ജീവിതത്തിൽ പകർന്ന വ്യക്തിയെ നിർബന്ധിച്ച് അവരോടൊപ്പം പാർക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. അവിടെയാണ് ആ 3 പേരുടെ കൂട്ടായ്മ ബന്ധം ഉണ്ടാകുന്നത്. ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ തന്നെ അവിടെ എത്തുമ്പോൾ യേശു, അവിടെ നമ്മൾ വായിക്കുന്നത് 30-ാമത്തെ വാക്യം, യേശു അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, യഹൂദന്മാരുടെ ഒരു ഭക്ഷണ കൂട്ടായ്മ അനുസരിച്ച് അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഭക്ഷണം വാഴ്ത്തി നൽകുന്നത് ആ ഭക്ഷണ കൂട്ടായ്മയിലെ പ്രധാന വ്യക്തിയാണ്. ഇവിടെ ക്രിസ്തു യഥാർത്ഥത്തിൽ അതിഥിയാണ്. കാരണം മറ്റേ 2 പേരാണ് ക്രിസ്തുവിനെ വിളിച്ചത്. പക്ഷേ ആ 2 പേരും തിരിച്ചറിയുന്നു, നമ്മളെക്കാളൊക്കെ എത്രയോ പ്രത്യേകതയുള്ള ഒരു പ്രാധാന്യമുള്ള വ്യക്തിയാണ് ക്രിസ്തു. അവിടെ ക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് നുറുക്കി നൽകുകയാണ്. അത് ഭക്ഷിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നത്, അവരുടെ കണ്ണ് തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തിരിച്ചറിവ് ആവശ്യമാണ്. അവർ യേശുവിനെ അറിഞ്ഞു. യേശു തന്നെയായിരുന്നു, പക്ഷെ അതുവരെ അറിയാൻ പറ്റിയില്ല. യേശു തന്നെയായിരുന്നു, പക്ഷെ അതുവരെ കാണുവാൻ പറ്റിയില്ല. അപ്പോഴാണ് യേശുവിനെ അവർ അറിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന, എപ്പോഴും നമ്മോടൊപ്പമുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ, നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങളിൽ ക്രിസ്തുവിന്റെ മുഖത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളത് പ്രധാനമാണ്. ഭക്ഷണ കൂട്ടായ്മ അല്ലെങ്കിൽ കർത്തൃമേശ, യേശു ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് നുറുക്കി വിഭാഗിച്ച് നൽകിയതുപോലെ ആ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് നൽകുകയാണ്.
ഒരു കർത്തൃമേശയുടെ തിരുവത്താഴത്തിന്റെ അനുഭവമാണ് ക്രിസ്തു അവിടെ നൽകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ കൂട്ടായ്മകളെല്ലാം നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ നന്മകളും ലഭിക്കുവാനുള്ള ഒരു സാധ്യതയായി നമ്മൾ കാണണം. നമ്മുടെ വീട്ടിലുള്ള ഓരോ ഡൈനിങ് ടേബിളും ഓരോ ഭക്ഷണ കൂട്ടായ്മയും നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും പുതിയ പുതിയ ഉൾക്കാഴ്ചകളും തിരിച്ചറിവുകളും ഉണ്ടാകാനുള്ള ഓരോ കർത്തൃമേശകളായി രൂപാന്തരപ്പെടണം എന്നുള്ളതിന് മാറ്റമില്ല. ഭക്ഷണ കൂട്ടായ്മ ലൂക്കോസ് സുവിശേഷത്തിൽ ഒരു പ്രത്യേകതയാണ്. സക്കായിയുടെ ഭവനത്തിൽ മനസ്സാന്തരപ്പെടുന്ന സക്കായിയുടെ ഭവനത്തിൽ ഒരു ഭക്ഷണ കൂട്ടായ്മ, ശിമോന്റെ ഭവനത്തിലെ കൂട്ടായ്മ, അതുപോലെ തന്നെ ഇളയ മകൻ തിരിച്ച് മനസ്സാന്തരപ്പെട്ടു വരുമ്പോൾ അവിടെ ഒരു ഭക്ഷണ കൂട്ടായ്മ, 5000 പേരെ പോഷിപ്പിക്കുന്ന ഭക്ഷണ കൂട്ടായ്മ. അപ്പോൾ ഈ ഭക്ഷണ കൂട്ടായ്മകളെല്ലാം ആർഭാടത്തിന്റെ ഒരു അനുഭവമായി മാറിയ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. ഭക്ഷണ കൂട്ടായ്മ ആർഭാടമായി നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വിവാഹങ്ങളിലും മറ്റ് കാര്യങ്ങളിലൊക്കെയുള്ള ഭക്ഷണം നമുക്കറിയാം. ഒരു വിവാഹത്തിന് റിസപ്ഷന് പോയാൽ ഒരു വിവാഹത്തിന് പോയി ഏതാണ് കഴിക്കുന്നത്? ഒട്ടു മുതൽ അങ്ങറ്റത്തുള്ള എല്ലാ ഐറ്റം വരെ പുതിയ പുതിയ കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് ഒക്കെ കാണും. ഏത് കഴിക്കുന്നതാണ്? ആർഭാടം, ഭക്ഷണത്തിന്റെ ആർഭാടം. ഇന്ന് നമ്മുടെ മുമ്പിൽ ഭക്ഷണം ഒരു വെല്ലുവിളിയായിട്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയുന്നു. ഇന്ന് ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ പോയാൽ 2-3 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഭക്ഷണ കൂട്ടായ്മകളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു കർത്തൃമേശയുടെ അനുഭവമായി മാറണം. ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. 32-ാമത്തെ വാക്യം പറയുന്നത്, അവർ അവരിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തി. അവർ പറയുകയാണ്, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? ക്രിസ്തുവിന്റെ സാന്നിധ്യം, അതെ, ആ തിരുവഴുത്ത് പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചൂട് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. അവർ മടങ്ങിപ്പോകുന്നു. 33-ാമത്തെ വാക്യം, യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ അവരുടെ കാര്യത്തിന് പോയ അവർ ചിലപ്പോൾ പേടിച്ചിട്ട് ഇവിടെ നിന്ന് ആപത്തുണ്ടാവണ്ട എന്ന് പറഞ്ഞ് പോയ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ കാണാനുള്ള കാഴ്ച അവർ കിട്ടിയപ്പോൾ അവർ യെരൂശലേമിലേക്ക് വരികയാണ്. യെരൂശലേമിലേക്ക് ആ നാഴികയിൽ തന്നെ, അങ്ങനെയാണ് പറഞ്ഞത്, ആ നാഴികയിൽ തന്നെ അവർ മടങ്ങി യെരൂശലേമിലേക്ക് പോയി. തിരിച്ച് അടുത്ത് പറയുകയാണ്, അറിയിക്കാനായി പുറപ്പെടുകയാണ്. 33-ാമത്തെ വാക്യം, ആ നാഴികയിൽ തന്നെ അവര് മറ്റ് ശിഷ്യന്മാരെ അറിയിക്കാനായി പോവുകയാണ്. ഒരു ദൗത്യം അവർ ഏറ്റെടുക്കുകയാണ്. സുവിശേഷ ദൗത്യം, അറിയിക്കാനുള്ള ദൗത്യം അവർ ഏറ്റെടുക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവരൊരു സന്തോഷത്തിന്റെയും ഒരു കൂട്ടായ്മയുടെയും അനുഭവം ഉണ്ടാകുന്നു. 34-35 അവിടെ ചെല്ലുമ്പോൾ അവർ കേൾക്കുന്ന വാർത്ത, കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. അവരെ ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. ക്രിസ്തു വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യത്തെ അവർ കൂട്ടമായി സന്തോഷിക്കുകയാണ്. അവർ കാത്തിരിക്കുകയാണ്. നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവരോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ തന്നെ നഗരത്തിൽ തന്നെ പാർപ്പിൻ, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ അവർ തിരിച്ചറിഞ്ഞു. അവരുടെ ജീവിതത്തിൽ അന്ധകാരം മാറുന്നു, നിരാശ മാറുന്നു. അവര് ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഞാൻ വീണ്ടും വരും, കർത്താവിന്റെ വീണ്ടും വരവ് എന്നുള്ള ലക്ഷ്യത്തിനായി അവർ തയ്യാറെടുത്തു. ആ ജീവന്റെ സന്ദേശത്തെ അവർ മറ്റുള്ളവരോട് അറിയിച്ചു. ദൗത്യത്തിനായി കർത്താവ് അവരെ ശക്തിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലെ നിരാശകളെ മാറ്റുന്നു, അന്ധകാരത്തെ മാറ്റുന്നു, നമ്മെ ദൗത്യത്തിനായി സജ്ജമാക്കുന്നു, നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ ബലപ്പെടുത്തുന്നു, കൂട്ടായ്മയുടെ ബന്ധത്തിലും സന്തോഷത്തിലും നമ്മെ ആക്കുന്നു. ക്രിസ്തുവുമായുള്ള ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നു. പൗലോസ് പറഞ്ഞു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആണ്. ആ സ്വർഗ പൗരത്വത്തിനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും. ക്രിസ്തു പറയുന്നു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കി വന്നാൽ പിന്നെയും ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാണ്. അപ്പോൾ വിശ്വാസ സമൂഹമായ നാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാനും നമ്മുടെ ചുറ്റിലും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ഈ സമൂഹത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കുവാനും നിരാശയും അന്ധതയും മാറ്റി
ക്രിസ്തുവാകുന്ന ലക്ഷ്യത്തിലേക്ക്, സ്വർഗകനാനാകുന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലെ നിരാശ മാറ്റണമേ, അന്ധത മാറ്റണമേ, എൻ്റെ കുടുംബത്തിന് ഒരു പുതിയ വെളിച്ചം നൽകണമേ, ഈ ലോകത്തിന് മുഴുവൻ അവിടുന്ന് ഒരു പുതിയ വെളിച്ചം നൽകണമേ, സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ COVID-19 എന്ന കൊറോണ വൈറസ് വ്യാധിക്കെതിരെ, മഹാമാരിക്കെതിരെ പോരാടുന്ന, പ്രതിരോധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിക്കാം. ലോകത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകരെ, സംഘടനകളെ ഓർക്കാം. കേന്ദ്ര ഗവൺമെന്റിനായി, സംസ്ഥാന ഗവൺമെന്റിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ മുഖ്യമന്ത്രിക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും സന്നദ്ധ പ്രവർത്തകരെയും ദൈവങ്ങളിൽ സമർപ്പിക്കാം. പോലീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധമായ പരിശ്രമങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, ലോകത്തിന് അവിടുന്ന് സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, ഇത്തരത്തിലുള്ള ഈ പ്രത്യേക അവസ്ഥകളെല്ലാം മാറി ഒരു പുതിയ കൂട്ടായ്മ ബന്ധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ, ആർഭാടവും സ്വാർത്ഥതയും ആർത്തിയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യത്വമുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ ലോകത്തിന് തന്നെ ഒരു രൂപാന്തരം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ, ആലുള്ള ദേശത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ പുതിയ മാസത്തെ ദൈവം അനുഗ്രഹിച്ച് നൽകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ പുതിയ മാസം ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു പുതുക്കത്തിൻ്റെ അനുഭവമാക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗകന ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ ആ ലക്ഷ്യത്തിൽ എത്തി ക്രിസ്തുവുമൊത്ത് യുഗായുഗം വാസം ചെയ്യുന്ന അനുഭവം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിൽ ആകുന്നു. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുന്നു. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുന്നു. ക്രൂശിയാഗമാ തൻ ചോരയൂറ്റിയ എൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുന്നു. ദേവദേവനെ, എൻ ത്യാഗവീരനെ, എൻ ജീവിതസുഖം നീ മാത്രമാകുന്നു. ദേവദേവനെ, എൻ ത്യാഗവീരനെ, എൻ ജീവിതസുഖം നീ മാത്രമാകുന്നു. പ്രത്യാശ നാടിനെ ഞാൻ ഓർത്തിടും നേരം അത്യാശ എന്നുള്ളിൽ പൊങ്ങിടും നിതാ. പ്രത്യാശ നാടിനെ ഞാൻ ഓർത്തിടും നേരം അത്യാശ എന്നുള്ളിൽ പൊങ്ങിടും നിതാ. നിത്യ സൗഭാഗ്യം ലഭ്യമാകുവാൻ എത്ര കാലം ഞാൻ കാത്തിടേണമോ. നിത്യ സൗഭാഗ്യം ലഭ്യമാകുവാൻ എത്ര കാലം ഞാൻ കാത്തിടേണമോ. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുന്നു. ലക്ഷ്യമതാണേ, എന്നാശയതാണേ, എൻ ജീവനാഥനെ ഞാനെന്നു കാണുന്നു. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിന്റെ ആരാധനയ്ക്കായി തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രത്യേക ഈ സാഹചര്യത്തിലും പ്രത്യേകമായി തന്നെ ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെ, ഞങ്ങളുടെ ഭവനങ്ങളിലൂടെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആരാധനാ കേന്ദ്രങ്ങളായി രൂപപ്പെടുവാൻ അവിടെ നൽകിയ അനുഗ്രഹത്തിനായി ശക്തിക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, നീ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. പരിശുദ്ധാത്മാവിനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ, സൗഖ്യം നൽകണമേ. അവിടെ പ്രാർത്ഥന അപേക്ഷകളുടെ മേൽ ദൈവത്തിന്റെ കൃപ പകരണമേ. യേശുവിലൂടെയുള്ള സൗഖ്യവും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ വാഴ്ത്തുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്ന കർത്താവേ. ഈ ശബ്ദം കേട്ടുകൊണ്ടും നവമാധ്യമങ്ങളിലൂടെയും വിവിധ നിലകളിലും കർത്താവെ അങ്ങേ ആരാധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അവരുടെ കുടുംബങ്ങളിലുള്ള നിരാശ മാറ്റണമേ, അവിടെ ജീവിതത്തെ ബാധിക്കുന്ന അന്ധതയെ അവിടുന്ന് മാറ്റണമേ. പുതുവെളിച്ചം അവിടെ ജീവിതങ്ങളിൽ അവിടുന്ന് പകരണമേ. നിരാശയുടെ അനുഭവങ്ങളെ അവിടുന്ന് മാറ്റണമേ കർത്താവെ. പ്രത്യാശയുടെ അനുഭവം അവരുടെ ജീവിതങ്ങളിൽ നൽകണമേ. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ അവർ അനുദിനം വളരുവാൻ, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ അവിടുത്തെ പരിപാലനം അനുഭവിക്കുവാൻ, അവിടുത്തെ പോഷപ്പ് അനുഭവിക്കുവാൻ, അവിടുത്തെ നന്മകൾ പ്രാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആലയത്തിനായിട്ട് സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ പകരണമേ. ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ദേശത്തിന്റെ മേൽ അവിടുത്തെ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭരണ സംവിധാനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനക്ഷേമകരമായി പ്രവർത്തിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ലോകത്തിന്റെ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സമാധാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ നിന്നുള്ള ഒരു വിടുതൽ ലോകത്തിനാകമാനം അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിവിധികൾ കർത്താവെ അവിടെ നൽകണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഭരണകർത്താക്കളെ ഓർക്കുന്നു. ദൈവമേ, ഡോക്ടേഴ്സിനായി, നഴ്സുമാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആതുര സേവാ പ്രവർത്തകരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ്, ദൈവത്തിന്റെ കൃപയാൽ അവിടെ നിറയ്ക്കണമേ. ഈ പുതിയ മാസം അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ. ഈ മാസത്തിൽ ദൈവത്തിന്റെ കൃപകൾ കൂടുതലായിട്ട് പ്രാപിച്ച് സൗഖ്യത്തോടെ ഞങ്ങൾ ഒരുമിച്ച് വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ പെടുത്താ ദുഷ്ടങ്ങൾ നിർമ്മിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോടും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.